ഹായ് നമസ്കാരം. 3 വർഷം കൊണ്ട് നിക്ഷേപിച്ച തുകയെ ഇരട്ടിയാക്കി മാറ്റിയ ബെസ്റ്റായിട്ടുള്ള 2 മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഫണ്ട് ഡബിൾ ആക്കാം, ഇരട്ടിയാക്കിയ ഫണ്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അത്ഭുതമൊക്കെ തോന്നും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും ഫണ്ട് ഇരട്ടിയാക്കാം എന്ന് പറയുമ്പോൾ മറ്റുള്ള മണി ചെയിൻ പരിപാടികളും തട്ടിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളെ കുറിച്ചാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ആരും തന്നെ ജെന്യൂനായിട്ട് ഫണ്ട് ഡബിൾ ആക്കുന്ന പദ്ധതികൾ, സർക്കാരിൻ്റെ പദ്ധതികളെ കുറിച്ചും മ്യൂച്വൽ ഫണ്ട് SIPകളെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല. പൊതുവേ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ഇടയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ശീലം എന്ന സാധനം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ ഫണ്ട് എങ്ങനെ നമുക്ക് ഗ്രോത്ത് ഉണ്ട്, നമ്മുടെ കയ്യിലുള്ള ഫണ്ടിന് എങ്ങനെ ഗ്രോത്ത് ഉണ്ടാക്കുക, നല്ല രീതിയിൽ എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള കോണ്ടന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സ്കീമുകളെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ട് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഫൈൻ. അപ്പോൾ നമുക്ക് ഈ 2 ഫണ്ടുകളെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എത്തിപ്പെടും. അവിടെ ഓൺലൈൻ ജോബിനെ കുറിച്ച്, ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച്, എൻ്റെ കോഴ്സുകളെ കുറിച്ചും അനുബന്ധ കാര്യങ്ങളും ഞാനുമായിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മറക്കാതെ ഇപ്പം തന്നെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇന്ന് 2 മ്യൂച്വൽ ഫണ്ടുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടുകൾ ബെസ്റ്റായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണ്, ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ആവശ്യമാണ്. അപ്പോൾ താഴെ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ട്രേഡിംഗ് ചെയ്യാം. ഞാൻ കമോഡിറ്റി ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്, എൻ്റെ കൂടെ കമോഡിറ്റി ട്രേഡിംഗ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള സ്റ്റോക്കുകൾ വാങ്ങിച്ചേക്കാം, മ്യൂച്വൽ ഫണ്ടുകൾ ചെയ്യാം, ഓപ്ഷൻ ട്രേഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എല്ലാ പരിപാടിയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി കറൻസി ട്രേഡിംഗ് ആണെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് സൗജന്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഫൈൻ. ചാർജ് ഓരോ ഓർഡറുകൾക്ക് വെറും 15 രൂപ മാത്രമേ ഉള്ളൂ. ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. പൊതുവെ എല്ലാ കമ്പനികളിലും 20 രൂപയാണ്. 15 രൂപയ്ക്ക് ഈ ബ്രോക്കറിൽ നമുക്ക് ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒറ്റ ഫണ്ട് ലോഡ് ചെയ്താൽ കമോഡിറ്റി ചെയ്യാം, ഫ്യൂച്ചർ ചെയ്യാം, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യാം, സ്റ്റോക്കുകൾ വാങ്ങിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സ്റ്റോക്കിൽ 4 ടൈംസ് ലെവറേജ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, ഇൻട്രാഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, 1 ലക്ഷത്തിൻ്റെ സ്റ്റോക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, 1 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ 4 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് നിങ്ങൾക്ക് വാങ്ങിച്ച് വിൽക്കാം ഒരു ദിവസം. അങ്ങനെ ട്രേഡ് ചെയ്ത് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനം കൂടി പ്രൊവൈഡ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ബ്രോക്കറാണ്. നമ്പർ 1 എന്ന് പറയുന്നത് HDFC ടാക്സ് സേവർ ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ്. ഈ ഒരു ഫണ്ട് നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺ തരുന്ന ഫണ്ടാണ്. ഒരു വർഷം ഏകദേശം 29.19% റിട്ടേൺ, 29% റിട്ടേൺ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ഞെട്ടിപ്പോവില്ല. അത്രയും വലിയ റിട്ടേൺ കൊടുക്കുന്ന ഒരു ഫണ്ടാണ് HDFC ടാക്സ് സേവർ ഡയറക്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഈ ഫണ്ടിൻ്റെ NAV, ഇപ്പോഴത്തെ NAV എന്ന് പറഞ്ഞാൽ 873.53 മിനിമം 500 രൂപ മാസം ശമ്പളത്തിൽ നിന്ന് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാം. മിനിമം 500 രൂപ. റേറ്റിംഗ് 3 സ്റ്റാർ ആണ്. ഏകദേശം ഫണ്ടിൻ്റെ സൈസ് 9,814.85 കോടി. അത്രയും രൂപയാണ് ഇതിൻ്റെ ഫണ്ടിൻ്റെ ടോട്ടൽ സൈസ്. അപ്പോൾ 500 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടും എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒരു 3 വർഷത്തേക്ക് നമ്മൾ 5000 രൂപ വെച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ 1,80,000 രൂപയോളം വരും. ആ പൈസ നമുക്ക് എത്ര കിട്ടും? റിട്ടേൺ കഴിഞ്ഞ് 2,36,442 രൂപ കിട്ടും. ഇത്രയും ഫണ്ട് നമുക്ക് വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടും. ഇനി അത് 5 വർഷത്തേക്കാണെങ്കിൽ നമുക്ക് 3 ലക്ഷം രൂപയ്ക്ക് 4,38,000 രൂപ നമുക്ക് കിട്ടും. വൺ ടൈം നോക്കുകയാണെങ്കിൽ നമുക്ക് 20,000 ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 43,124 രൂപ കിട്ടും. മനസ്സിലായില്ലേ? വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ 20,000 രൂപ. ഞാനൊരു കാര്യം ചെയ്യും, വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ ചെയ്ത് 2,15,000 രൂപ കിട്ടും. നോക്കി, 2,15,000 രൂപ വൺ ടൈമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ. അപ്പോൾ അങ്ങനെ രീതിയിൽ നമുക്ക് 3 വർഷം കൊണ്ട് ഭയാനകമായ രീതിയിൽ റിട്ടേൺ കിട്ടിയ ഒരു അടിപൊളി ഫണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ ഒരുപാട് ഫണ്ടുകളുണ്ട്. ഇവർ പൊതുവെ ഇക്വിറ്റിയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. നോക്കിയേ, ഇവരുടെ ഹോൾഡിങ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരുപാട് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 94.3% ഇക്വിറ്റിയിലും 5.7 ക്യാഷായിട്ടും. ദെൻ ആ ഇക്വിറ്റി സെക്ടറിൽ തന്നെ ഫിനാൻസാണ് മേജറായിട്ട് ഇവർ ഫോക്കസ് ചെയ്യും. 32.9% ഫിനാൻസും, അതർ കമ്പനി ഒരു 15, ടെക്നോളജി 12, എനർജി 12, ഓട്ടോമൊബൈൽ 10, ഹെൽത്ത് കെയർ 10, കമ്മ്യൂണിക്കേഷൻ 6. അപ്പോൾ ഫിനാൻസ് കമ്പനികളാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഗ്രോത്ത് ഭയങ്കരമായിട്ട് കൂടുതൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫണ്ട് നമ്പർ 1 എന്ന് പറയുന്നത്. ഇതിന് 3 സ്റ്റാർ റേറ്റിംഗ് ആണുള്ളത്. ഇതിന് ഈ ഫണ്ടിൻ്റെ 5 വർഷം നോക്കുമ്പോൾ 10.3 ഉള്ളൂ. ലാസ്റ്റ് 3 വർഷമാണ് ഇത്രയും വലിയ റിട്ടേൺ ഉണ്ടാക്കിയത്. ഓൾ ഇയർ നോക്കുമ്പോൾ 13.04. അപ്പോൾ വലിയ നഷ്ടത്തിലൊന്നും ഈ ഫണ്ട് കൊണ്ടെത്തിച്ചില്ല. ലാഭത്തിൽ തന്നെയാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല പ്രോഫിറ്റിലാണ്. ഓക്കെ, രണ്ടാമത്തെ ഫണ്ട് എന്ന് പറയുന്നത് നമ്പർ 2 പരാഗ് ടാക്സ് സേവർ ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് ആണ്. ഇത് 33.72% ലാസ്റ്റ് 3 വർഷം റിട്ടേൺ
റിട്ടേൺ കൊടുത്തിട്ടുള്ളത്. ഇതൊരു മറ്റൊരു ലെവൽ ഫണ്ടാണ്. ഓൾ ഇയർ നോക്കുന്ന സമയത്ത് 22, ഓൾ ഇയർ നോക്കുമ്പോൾ 22% റിട്ടേൺ. ദെൻ 1 ഇയർ നോക്കുമ്പോൾ 11.5, 3 വർഷം നോക്കുമ്പോൾ 33, ഓൾ ഇയർ നോക്കുമ്പോൾ 22. കുഴപ്പമില്ല. ദെൻ ഈ ഒരു ഫണ്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഫണ്ടാണ്. 5 സ്റ്റാർ റേറ്റിംഗ് 1356.09 കോടി രൂപയാണ് ടോട്ടൽ ഫണ്ടിൻ്റെ സൈസ്. ഇപ്പോഴത്തെ NAV വാല്യൂ 21.41. മിനിമം 1000 രൂപയാണ് കേട്ടോ. നേരത്തെ ഫണ്ടിൽ 500 രൂപ മതി. ഇതിൽ 1000 രൂപ മിനിമം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ. അപ്പം ഇതിൽ നമുക്ക് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം. വൺ ടൈം ആയിട്ട് 1 ലക്ഷം രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. എൻ്റെ 3 വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 3 വർഷം കഴിയുമ്പോൾ 2,39,000 കിട്ടും. 1 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 1 കോടി ഇട്ട് എത്ര കിട്ടും? 2,39,00,000. 1 കോടി ഇട്ട 2,39,00,000. 3 വർഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ണും ചിമ്മി തുറക്കുന്ന പോലെ പോകും. പക്ഷേ 3 വർഷം കഴിഞ്ഞിട്ട് ഈ ഫണ്ട് 1 കോടി 2,39,00,000. എത്ര BMW, എത്ര ബെൻസ് വാങ്ങിക്കാം. വാട്ട് എ ലോട്ടറി. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഫണ്ട് ഗ്രോത്ത് ആക്കുക. അല്ലാതെ ഇന്ന് മ്യൂച്വൽ ഫണ്ടിൻ്റെ വീഡിയോ കണ്ടു, ഇനി ഇതൊരു 2023 കഴിഞ്ഞ് 2026 ഈ വീഡിയോ കാണുന്ന ഒരാൾ അയാൾ ചിന്തിക്കുന്നു, ആ ഒരു വർഷം ഒരു 1000 രൂപ ഇട്ടിരുന്നെങ്കിൽ ഇപ്പോൾ 2000 രൂപ ആകുമായിരുന്നില്ലേ? അതൊരു 10,000 രൂപ ഇട്ടിരുന്നെങ്കിൽ ഇപ്പോൾ 20,000 രൂപ ആകുമായിരുന്നില്ലേ? അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഓരോ ദിവസവും നമ്മൾ നശിപ്പിച്ച് കളയുന്ന അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കി കളയുന്ന ഓരോ ദിവസവും നമുക്ക് തീരാ നഷ്ടമാണ്. ജീവിതത്തിൽ ഒരിക്കലും ഈ ദിവസങ്ങൾ തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുക. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക, ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ കാര്യങ്ങളൊക്കെ ട്രേഡിംഗ് അക്കൗണ്ടാണ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. ഇനി പേടിയുണ്ടെങ്കിൽ ഇതാ ഈ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ ഏതിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കാണാൻ പറ്റും. ഈ കമ്പനി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കിട്ടിയ കമ്പനി 80.6% ഏതിലാണ്? ഇക്വിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഇക്വിറ്റിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത കമ്പനി ഏത്? ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷനാണ്. അതിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് 8.1%. വേണമെങ്കിൽ അതിൻ്റെ ഷെയർ വാങ്ങിച്ചു. ആക്സിസ് ബാങ്കിൻ്റെ ഷെയർ വാങ്ങിക്കാം, ICCയുടെ ഷെയർ വാങ്ങിക്കാം, ബജാജ് ഹോൾഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഷെയർ വാങ്ങിക്കാം. ഇങ്ങനെയുള്ള ഇവർ ഇത്രയും ഗ്രോത്ത് കിട്ടിയ മ്യൂച്വൽ ഫണ്ട് കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയറിൽ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് സ്റ്റോക്കായിട്ട് നമുക്ക് വാങ്ങിച്ചു വെക്കാൻ പറ്റും. ഇനി അങ്ങനെ പേടിയുള്ള ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഏത് രീതിയിലും റിട്ടേൺ കിട്ടും. നല്ല രീതിയിലാണ് അവർ ഏകദേശം എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ പരിചയപ്പെട്ട HDFC ടാക്സ് സേവർ ഫണ്ട് പോലെ തന്നെ ഇതും 35.5% ഫിനാൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ 21.4% ടെക്നോളജിയിലും, എനർജിയിൽ 12.3, ഓട്ടോമൊബൈൽ 12.3, ബാക്കിയുള്ളത് കൺസ്യൂമർ സ്റ്റാപ്പിൾസിലും ഹെൽത്ത് കെയറിലും അതേഴ്സിലൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ ഒരു ലെവൽ ഫണ്ടാണിത്. ഇനി നമുക്ക് മന്ത്ലി SIP ആയിട്ട് 5,000 രൂപ വെച്ചിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത് വിചാരിക്കാം. 3 വർഷം 5,000 രൂപ വെച്ച് സ്പെൻഡ് ചെയ്താൽ 1,80,000 ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത് 2,38,000 രൂപ. ഇനി 10,000 വെച്ച് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുമോ? വേണ്ട, 1,000 രൂപ വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഓരോ മാസം. ആ ഫണ്ട് ഏകദേശം നമ്മുടെ ടോട്ടൽ 3 വർഷം കഴിയുമ്പോൾ 36,000 എത്തും. അത് നമ്മുടെ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ, അതായത് 3 വർഷം കഴിയുമ്പോൾ 47,648 രൂപ എത്തും. അത്രയും ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഇത്രയും വർഷം കഴിയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത്രയും വലിയൊരു ഗ്രോത്ത് കിട്ടുന്നൊരു ഫണ്ടല്ലേ. 1,000 രൂപ വെച്ച് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ, അപ്പോൾ നിങ്ങൾ SIP ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, ഇഷ്ടമുള്ള രീതിയിൽ റിട്ടേൺ ഉണ്ടാക്കുക. അപ്പോൾ 1 ടൈം റിട്ടേൺ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വലിയൊരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. SIP ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മികച്ച 2 ഫണ്ടുകൾ, ഡബിൾ ആക്കാനുള്ള മികച്ച 2 ഫണ്ടുകളെ കുറിച്ചാണ് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുള്ള ആൾക്കാർ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്യുക. നിങ്ങൾ ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ബെസ്റ്റ് ആയിരിക്കും. നല്ല ഫണ്ടുകളെ കുറിച്ചൊക്കെ റെക്കമെൻഡ് ചെയ്യാം. സോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.